അല്ല സാധാരണ ഞാനൊക്കെ പെട്ടെന്ന് കേറി ഇതെന്താ അത് കണ്ടാ പാപ്പ അതെ ക്രിയേറ്റ് വന്നു ന്യൂ വന്നു. ക്യാരക്ടർ. അതല്ലേ ഞാൻ പറഞ്ഞേ. അത് മുടി വെച്ചാൽ മാത്രം മതി. അപ്പാപ്പ അപ്പാപ്പ അപ്പം പോയി. അവ മുങ്ങി. അപ്പം സെലക്ട് ചെയ്യില്ലേ മറ്റേ ഫ്രീ ക്യാരക്ടർ സോൾട്ട് കണ്ടോ? അത് ക്ലിക്ക് ചെയ്ത് താഴെ ക്രിയേറ്റ് കൊടുത്താൽ മതി. നിങ്ങള് പൊളിഞ്ഞു പോത്തോളാം പാപ്പ നിങ്ങളെ. ഇതെന്ത് പരുന്നിങ്ങോ? ഓ ഇന്ത്യ മാത്രം ഇല്ല കേട്ടാ, ബാക്കി എല്ലാ രാജ്യവും ഉണ്ട്. ഇതെന്താ ഉണ്ടല്ലോ, സെർച്ച് ചെയ്യ്. ഇന്ത്യ സെർച്ച് ഇത് ചെയ്യ്. മെയിലും ഫീമെയിലും എങ്ങനെ തിരിച്ചറിയത്? അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. ക്ലിക്ക് ചെയ്ത് അത് കളർ ഏതാന്ന് പറഞ്ഞ്. ആ അങ്ങനെ, അത് ശരിയാ. ഓക്കെ 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 ഇപ്പഴാണ് മനസ്സിലായത് കളർ. ഞാൻ പെട്ടെന്നേ ഇനി എന്ത് പറയാം, ബ്ലൂ അല്ലേ ആണ്. ആണുങ്ങള് പൊങ്ങിയിരിക്കുന്ന ആണുങ്ങളാ. എനിക്കറിഞ്ഞൂടെ അത്. പിന്നെ ഇതാരപ്പാപ്പ ഇത്? ഇങ്ങനെ നമുക്ക് ഇതിൽ ഏറ്റവും വലിയ ഗുണം എന്താ അറിയാം, നമുക്ക് നേരെ തന്തേനും തള്ളേനും തീരുമാനിക്കാം ആര് വേണമെന്നുള്ളത്. അതെനിക്ക് അറിഞ്ഞൂടല്ലോ. തൽക്കാലം ഒരാളെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കോ. അവിടെ മറ്റേ ഡാഡ് എന്ന് പറഞ്ഞിരുന്നുണ്ടോ, ആ പടത്തെ ക്ലിക്ക് ചെയ്യും. പടത്തേല് ഇൻഹെറിറ്റൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻഹെറിറ്റൻസ് എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആ പടം കണ്ടോ, ഡാഡ് എന്നുള്ള പടത്തെ ക്ലിക്ക് ചെയ്യുമ്പോ പല ഒരുപാട് ഡാഡുമാരെ കാണിച്ചത്. ഇഷ്ടമുള്ളതൊക്കെ എടുത്തോളാം. അമ്മയെ മാറ്റാൻ പറക്കരുത്. ബ്ലെൻഡൊക്കെ ചെയ്യാനാ? ഓ പിന്നെ വലത്തോട്ട് പിടിച്ചോക്കേ, അമ്മയാവും. അച്ഛനാവും. അത് കഷ്ടപ്പാടാണല്ലോ. മതി മതി മതി. അത് മതി സെറ്റ്. ഹെയറും ഇതാണ് നീ ഹെയർ വെച്ചാൽ സേവ് എടുക്കണം. സേവ് എടുക്കണം. സ്കിൻ ടോൺ ഒക്കെ ഉണ്ട്. സ്കിൻ ടോൺ വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ കേട്ടോ, ഏത് വേണമെന്ന്. എന്നിട്ട് അടുത്ത ഫേഷ്യൽ ഉണ്ട്. മൂക്കിന്റെ വലിപ്പം കൂട്ടാം, മൂക്കിന്റെ ഡിഫോൾട്ട് ആണല്ലോ. ലാസ്റ്റത്തെ ഒരു വരളുണ്ട്. നമുക്ക് ഇവിടെ സ്ക്രീൻ ഷെയർ ഇല്ലേ, ഞാൻ ഇത് വെച്ചിട്ടാ ലൈവ് ചെയ്തല്ലോ. ലൈവ് നോക്കണ്ട. ഇതൊക്കെ പറയണ്ടേ? ഏറ്റവും അവസാനായിരിക്കും ഒരു വരള്ള ടൈപ്പ്. വെട്ടല്ലേ തിരികത്ത് വരെയുള്ള അതന്നെ അപ്പുറത്തല്ലേ? അല്ലല്ലേ എന്റെ ബിയേഡ് ഇല്ലല്ലേ? ഹെയർ ഉണ്ട് മണ്ടയില്, ബിയേഡിന്റെ മണ്ട. അപ്പൊ എന്റെ മുടിയില്ലേ പടത്തിൽ തന്നെ മുടി കാണും, എന്തെങ്കിലും കാണും. ഇതില് കൊറേ മുടിയുണ്ട്, അതില് ഒരെണ്ണം ആയിരിക്കുമല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ ഇത്? അപ്പൊ എന്റെ മുടിയില്ലേ ആ മുടി, ആ മുടി അതല്ല. ആളത് കറക്കി നോക്ക്, അത് തന്നെ അതൊന്ന് ഉറപ്പ് വരുന്നത്. അത് തന്നെ. കളർ ബ്ലാക്ക് ആണ്. ഇങ്ങനെ ഇരിക്കണേ? കറുത്ത കളർ. കറുപ്പ്. ഇപ്പൊ റെഡി ആയില്ലേ? അപ്പൊ ഇത് അത് റെഡിയാവും. കണ്ണാടിയൊക്കെ വെക്കുമ്പോ സെറ്റ് ആവും. ആ ഇൻഹെറിറ്റൻസ് ഇല്ലേ, ഇൻഹെറിറ്റൻസ് അതിൽ പോയെ. എന്നിട്ട് ആ ബ്ലെൻഡ് ഇല്ലേ, അത് പകുതിക്ക് കൊണ്ടിട്. ഇപ്പൊ റെഡിയായി, കണ്ടോ? ഇപ്പൊ റെഡിയായി. കറക്റ്റ്. എന്താണ് അറിയില്ല. എന്നിട്ട് ഗ്ലാമർ ആയില്ലേ? മൂക്കിന് കുറച്ച് നീട്ടം കൂടി വരുന്നുണ്ട്. അല്ല സ്കിൻ ടോണ് ഇത് അതാ അതിലാണ് ഇരിക്കുന്നേ.
അത് ഭയങ്കര വെളുപ്പാ. മറ്റേ ഇത് അത് ക്ലിക്ക് ചെയ്തു. അതിന് താഴെ ഏതെങ്കിലും ഒന്ന് ഇതോ ആ എന്നിട്ട് നോക്കി. അതൊക്കെ അണ്ണൻ മാറുകൊണ്ടാണ് വേറെ ഏതോ വേറെ ഏതോ അണ്ണനായേ അണ്ണാ ആദ്യത്തെ അല്ല, അണ്ണാ. ഇത് set അണ്ണാ ഫസ്റ്റത്തെ ഇട്ടാ മതി, ഫസ്റ്റത്തെ തന്നെ ഇട്ടാ മതി. അത് പുറത്തിറങ്ങുമ്പോ പുറത്തിറങ്ങുമ്പോ correct ആയി. അതിന്റെ ഇല്ല, അത് തന്നെ. അണ്ണാ ഹെയറിന്റെ ഹൈലൈറ്റ്സ് ഹെയറിന്റെ അതില്ല. highlights ഇല്ല, ഇല്ല ഇല്ല. ഉണ്ട് താഴെ ബ്ലാക്ക് ഇട്. ആ സേവ് എടുത്തു സെറ്റ്. ഡ്രസ് അപ്പുറം കൂടി. അപ്പർ ബോഡി. അണ്ണാ ലിപ്സ്റ്റിക് ഇതൊക്കെ അതില് ബ്ലഷ് ഒക്കെ ഉണ്ട് കേട്ടോ, ബ്ലഷ് ഒക്കെ ഉണ്ട്. മേക്കപ്പ് ലിപ് കളർ മാറിക്കിടക്കും തോന്നിയടാ ഇങ്ങനെ കണ്ണാടി വെച്ചാ ശരിയാവും. ലിപ്സ് അഡ്ജസ്റ്റ് ചെയ്യണ്ടോ? മറ്റേ സൺ ഡാമേജ് ഉണ്ട്, സൺ ഡാമേജ് കൊടുക്ക് അപ്പൊ റെഡിയാവും. ഒന്നുമില്ല. ലിപ്സ്റ്റിക് ഒന്നും ഇല്ല. ഇത്രേ ഉള്ളു. ചുമ്മാതല്ല അത് പറ. ആ കളർ മാറ്റി കൊടുക്ക്, വെള്ളമാക്കി കൊടുക്ക്. എല്ലാം ആക്കല്ലേ. കൂട്ടി നോക്കി. എന്നാലും അത് ഇരിക്കുന്ന പോലെ സ്കിന്ന്. അണ്ണാ തോന്നേ അണ്ണാ ഇതെല്ലാം തോന്നേ. സ്കിന്ന് വെളുപ്പ. അണ്ണാ അത് ഏജിങ് ഓ പ്രായമായാലും പ്രായം കൂട്ടുന്നേ. നോക്കിയതാ. അല്ല അത് മൈനസ് വൺ. മൈനസ് ആണ്. അപ്പൊ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഇത് അതാ ലിപ്പിന്റെ ലിപ്പ് ഒരു സീൻ വരും. പിന്നെ അത് സൗന്ദര്യം കൂടുന്നതാണ്. പരദോസം ഒന്നും പറഞ്ഞു. പോയതല്ലേ. പരദോസിന്റെ ഭംഗി കണ്ടു നിങ്ങളെ നോക്കിയത്. എന്ത് ഭംഗി! എനിക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. ഡാഡിനെ അല്ല ഇതില് മറ്റേ ഡാഡി പോയിട്ട് മറ്റേ കറുത്ത ചുട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്ത് നോക്കെ, ചിലപ്പോ ശരിയാവായിരിക്കും. തദ്ദേ മാറ്റാ. അപ്പൊ ഇത് കണ്ണാപ്പിയുടെ ഒക്കെ ഡ്രസ് അല്ലേ ഇത്? അപ്പൊ ഇത്രയും ഡ്രസ് ഉള്ളു ഇതില്? അല്ല, അപ്പർ ബോഡി അല്ല എടുക്കേണ്ടത്. അതിൽ ഞാൻ പറഞ്ഞ ഈകളെ മേളില് അത് കണ്ടോ, മേളില് 0110 എന്ന് പറയുന്ന സാധനം കണ്ടോ, റൈറ്റ് ടോപ്പിൽ കുറച്ചുകൂടെ മേളില്, ഫിൽറ്ററിന്റെ ഒക്കെ മേളിൽ. അത് ക്ലിക്ക് ചെയ്യ്, ഐഡി മോഡ് ക്ലിക്ക് ചെയ്യ്. എന്നിട്ട് ഇതില് സെലക്ട് ചെയ്യ്. 1497 അടിച്ചിട്ട് ബാക്കിലോട്ട് അടിച്ചു നോക്ക്, അതായിരിക്കും എളുപ്പം. പക്ഷെ ഡ്രസ് ലോഡാകാൻ സമയം എടുക്ക്. അല്ല പെട്ടെന്ന് ലോഡായിട്ട് നെറ്റിലാണ് ലോഡ്. നമുക്ക് കയറാനായോ? നമുക്ക് എങ്ങനെയാണ് അപ്പൊ? ഇൻഫ്ലുവൻസേഴ്സിന് മാത്രം ഉള്ളതാ പറഞ്ഞ ഇപ്പൊ കറക്റ്റ് എൻട്രി. അണ്ടർ ഷർട്ട് 15 ആക്ക്. എടാ ഇവര് ഇതെല്ലാം ഒന്ന് കേറി സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് എന്താ പറയാ, ഓപ്പൺ ആവും, എല്ലാവർക്കും ഓപ്പൺ ആവും. മറ്റേ മോഡ് ഇട്ടിട്ട് ക്ലിക്ക് ചെയ്യുന്നില്ലേ നല്ലത്? അതായത് മനസ്സിലായല്ലോ. ഇവരൊക്കെ ഒന്ന് കേറിട്ടെ ഈ ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് ഇവിടുന്ന് മാറി കഴിഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഓപ്പൺ ആവും. മനസ്സിലായോ? അതായത് ഇപ്പൊ ശ്രീമാസിന് മാത്രല്ലേ? ഇപ്പൊ ശ്രീമാസനാണ്. അതായത് എല്ലാവർക്കും അതല്ല, ശ്രീമല്ല എല്ലാവർക്കും. ഇൻഫ്ലുവൻസേഴ്സ് മാത്രമേ ഉള്ളൂ ഇപ്പൊ. നമ്മക്ക് കൊണ്ട് റോള് വീഡിയോ ഒക്കെ ഉണ്ടാക്കാം. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അത് 15 ആക്ക്. 15 സിലക്ട് കൊടുക്കണം. എന്നിട്ടാണ് സെലക്ട് കൊടുക്കണം തോന്നുന്നു. ആദ്യം പുറത്തെത്തിട്, എന്നിട്ട് അകത്തെത്തിട്. 15 സെലക്ട് കൊടുക്ക്. ഓക്കെ. ടോപ്സ് അവിടെ തന്നെ, ടോപ്സ് അവിടെ പോലെ. പാടാണല്ലോ. ഇത് ഭയങ്കര പാട് കേട്ടത്. ആദ്യത്തെ ഇതെന്താ പറയുന്നത്, എല്ലാവർക്കും എന്താ പറയാ, സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല പറയുന്നത് ഭയങ്കര വിഷമായിരുന്നു. എന്നാ പിടിച്ചോ, സെലക്ട് ചെയ്തോ, ആവശ്യത്തിനുണ്ടായിക്കോ, സമയം എടുത്ത് മാറ്റിയോ. ഡ്രസ് ഇല്ലാന്ന് അല്ല, കുറെ പേർക്ക് ഡ്രസ് ഇല്ലെന്ന് കംപ്ലൈന്റ് ആയിരുന്നു. ആവശ്യത്തിന് ചുണ്ട് കടിച്ചു പറിച്ചത് എന്താ കണ്ണടിയാ, കണ്ണടി. ഇങ്ങനെ എന്തായാലും എന്താ വന്നാരാ ഇത് ഇപ്പൊ വാസവനുകൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പെണ്ണ് കിട്ടാത്തോണ്ടല്ലേ, വിഷമല്ലേ? എനിക്ക് പഴയ ചുണ്ട് വേണം അപ്പൊ എനിക്ക്. സിമ്പിൾ, അതിനൊരു വഴിയുണ്ട്. ആ ഡാഡിനെ മാറ്റിയിട്ട് മറ്റേ കറുത്ത ചുണ്ടുള്ള എടുത്താൽ അല്ലല്ല, ആ പെണ്ണ് ആ ഗേളിന്റെ ഇത് 0 ആക്കിയാൽ മതി തോന്നുന്നു. ആണോ? കറക്റ്റ് വാസവന്റെ ചുണ്ടെന്തോ അങ്ങനെ പെഡിന്റെ എന്തോ ഇഷ്യൂ അത്.
ചുണ്ടിനും കൈത്തിനും തടി അണ്ണാ കൂടി കേട് വരും. നോക്കണ്ട ഞാൻ 900 അടിക്കും 900 അടിക്കും കേട്ടോ. അതിൽ പാന്റ് ഒക്കെ മാറ്റിക്കും. ഇത് 2 പാന്റ് ഉണ്ട്. അതില് ലോവർ പോയിട്ട് ആ പാന്റ് 11 ആക്ക്. അണ്ണനെ കണ്ണാപ്പിയൊക്കെ സെലക്ട് ചെയ്തിട്ട് അല്ല പോയിട്ട് ലോവർ അത് മാറ്റാം. മാറ്റാ ലോവർ പോയിട്ട് ലോവർ പോയിട്ട് പാൻസില് pants. 11 ആക്ക്. 11 അണ്ണനെ കണ്ണാപ്പിയാക്കിയതാ. മാറിയില്ലേ? സെലക്ട് ഇനി സെലക്ട് ചെയ്യാ. സെലക്ട് ചെയ്തില്ലേ? ഇനി മറ്റേ അപ്പർ ബോഡിയില് ആംസില് ഏതൊരു ഇഷ്ടമുള്ള നോക്കിട്ടോ. നെഞ്ച് പറയണ്ടേ അപ്പം 200 ബാക്കിലേക്ക് 14 തിരിച്ചു വെക്കുമ്പോ മുത് കീറിയിരിക്കുന്നുണ്ടാ. ഒരു കാര്യം ചെയ്യ്, ഒരു 200 ചിലപ്പോ മാറും. അല്ല 237 അടിക്കേ. 237 അടിച്ചിട്ട് ബാക്കിലോട്ട് വാ. ഇതൊക്കെ ഇച്ചിരി ഉണ്ട്. ആ കൈയും കൂടെ വരുന്ന നോക്കിട്ട്. കൈ വന്നു. നെഞ്ച് പോകും ഒന്നും ബാക്കെടുത്ത്. അല്ല ഇച്ചിരി കൂടെ 2 ബാക്ക്. ടോപ്പ് മാറ്റി ടോപ്പ് മാറ്റിയാല് അല്ല ടോപ്പ് മാറ്റണ്ട. ഇത് സെറ്റാടാ. ഇത് പാന്റ് ഇതും കൂടെ വരുന്നേ. വെട്ടിയടിച്ച് അത് സൺബേൺ ആയതോ. സൺബേൺ. അപ്പൊ ഇത് എന്റെ പണ്ടത്തെ അത് സീനാണല്ലോ. തിരിഞ്ഞേക്ക് മുതുകത്തുണ്ട് ടാറ്റു കൊള്ളാം കേട്ടോ ഇത്. പക്ഷെ ടാറ്റു വേണ്ട, എന്റെ ക്യാരക്ടർ അങ്ങനത്തെ ടാറ്റു വേണ്ട. ഓ അത് കൊള്ളാം. ബാക്കടിച്ച് ഏത് കയ്യിൽ ക്ലൗഡ് ഇട്ടേക്കുന്നതാ? ഞാൻ കക്കാൻ അല്ല ഒന്നും കൂടെ അടിച്ച്. ടാറ്റുള്ള ഒന്നും കൂടെ അതിന്റെ അപ്പുറത്ത് ഒന്നും കൂടെ ഉണ്ടായിരുന്നു. ഫ്രണ്ടിലോട്ടാണ്. ടാറ്റൂന്റെ അല്ലേ? ഇത് ഇല്ലല്ല നെഞ്ചുണ്ട്, മുതുണ്ട്. അത് ഷർട്ട് മാറ്റി വെക്കുന്ന അങ്ങനെ കിടക്കത്തില്ല. ഇതെന്താണ് അണ്ണനെ സത്യമല്ലേ? കുറച്ച് സമയം കൂടെ ഉള്ളു കേട്ടോ ബാക്കി. സത്യം വരട്ടെ. ആ മോഹൻ അങ്ങ് പ്രായം കുറഞ്ഞ്. അപ്പാ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന 14,000 പേര് തൂറി എറിയും കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തൊക്കെ പോയ ക്യാരക്ടർ വിട്ടുള്ള കളിയില്ല. നമ്മള് പ്ലാസ്റ്റിക് സർജറി ചെയ്തെന്നുള്ളതാണേ. അണ്ണ ഞാൻ 14,000 പേര് തൂറി എറിയുന്ന ആലോചിക്കായിരുന്നു. ഇല്ല ഇത് ടോപ്സ് പറയണോ? ടോപ്സ് നടക്കത്തില്ല. ഇത് കയ്യില് ഓറ മാറുന്നില്ല ഈ പച്ച കളറ്. അത് ബാക്കിലെ മിക്കത്തിനും ഉണ്ട്. അത് മുടിക്കൊണ്ട് ഈ പോയിട്ട് ഡ്രസ്സിന് വേണ്ടി എന്റെ പറ്റത്തില്ല, മുടിയില്ലാന്ന് ബോഡിയില്ല. പറഞ്ഞു. എന്റെ മുടിയില്ലാന്ന് ഓൾറെഡി ആടുപ്രോ പറഞ്ഞു. നീ ഒരു മൊട്ടത്തലായിട്ട് എന്തേലും ഒന്ന് ചെയ്തു തരുവോ? ഇത് നോർമൽ കൈ ഇട്ടിട്ട് ഷർട്ട് മാറ്റി. മാറ്റുന്നതാണ് എളുപ്പം കേട്ടോ. അപ്പർ ബോഡിയില് ടോപ്പ് മാറ്റല്ലേ അത് മാറ്റിയാ മതി. പലത്തോടെ അടിച്ചു വെച്ചു. ഷർട്ട് പറ്റത്തില്ല. ചപ്പറിയാക്കിയാന്ന്. എന്റെ കാല് അണ്ണന്റെ മറ്റേ കോട്ട ഉണ്ടാവല്ലോ. അത് ഇൻഗെയിം അല്ലേ? എന്റെ ഒരു കാലം നമുക്ക് സിറ്റി പോയി എല്ലാം 150 വെച്ച് വല്ലതും നോക്കി. 150 കഴിഞ്ഞിട്ട് 150 ഇത് കഴിഞ്ഞ് നോക്കി. മുമ്പോട്ട് ഇത് മാറ്റി പാക്ക അല്ല, ഇത് വേറെ പാക്ക. അല്ല ഇൻഗെയിം അല്ല, ഇത് ഇൻഗെയിം അല്ല, ഇത് മാറ്റി പാക്ക. ഇത് ലേറ്റസ്റ്റ് സാധനമാണ്. ഫുള്ള് മാറ്റിയതാണോ? ഇൻഗെയിം ഇല്ലേ ഇപ്പം? അല്ല മറ്റേ വ്യൂ അതാകുമ്പോ ഡ്രസ് കാണാലോ നമുക്ക്. മറ്റേ വ്യൂ കോട്ട് കിട്ടണ്ടാണ്. പാന്റ് അത് ലോവർ എടുത്താ ലോവർ ബോഡി. എന്നിട്ട് കാക്കി കുത്തി നടുക്കത്തൊരു നമ്പർ അടി 300 അടി. മതിയാ? ഷൂ പറ്റത്തില്ല. ഷൂവിന്റെ നൈക്കിയുടെ ഷൂ വേണേ. ഇത് നയിക്കല്ല, നക്കിയാന്ന് തോന്നുന്നു. ഇത് നക്കിയാന്ന് തോന്നുന്നു. കണ്ണാടി കണ്ണാടി മറ്റേ കറുത്ത കണ്ണാടി. അണ്ണ ചുണ്ടെന്തൊരു ഇങ്ങനെ ലിപ്സ്റ്റിക് പോലെ. കൊറേ നേരം പോലെയല്ലേ? പാവത്തിന് ചതിക്കല്ലടാ നിങ്ങളെല്ലാരും കൂടെ. റൗണ്ട് ക്ലാസ് ഇല്ലണ്ടാ. നേരത്തെ കണ്ണാടി ഇടണ. നേരത്തെ എടുത്ത കണ്ണാടി ഇടുക. അതാ അത് നല്ല. കൊള്ളാം.
ഇത് റൗണ്ട് ക്ലാസ്. ഇഡലി അണ്ണാ ഇതിലും വേറെ കണ്ണാടി ഇല്ലാണ്ട് നടക്കുന്നതാണ് കാര്യമായിട്ട് പറയുക. ഇവന്മാരിങ്ങനെ പലതും പറയും. നേരത്തെ ആ കോലത്തില് സിറ്റിയിൽ ഇറങ്ങി ഞാനാ പരിദോഷം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കി. ആരോടും മിണ്ടുപോലും ഇല്ല കേട്ടോ. കളർ ക്ലാസ് കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് കൊള്ളാണ്. ഷെയ്ഡ് ഉണ്ട്. ഇനി എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? നോക്കുമ്പോഴാ ഷെയ്ഡ്. ഇല്ല ഇന്ന് ഇത് ചുമ്മാ കളിക്കുന്നതാ. ഉണ്ട് യു വിൽ ബി കിക്ക് ഇൻ 5 minutes കാണിച്ചു. എവിടെ കാണിച്ചു? കൺഫേം ആൻഡ് ക്ലോസ്. കൺഫേം ആൻഡ് ക്ലോസ്. ഹെൽമെറ്റ് വെക്കണ്ടേ വെടി വെച്ചാലാ? കൈ കയറി അവളോ ഡ്രസ് പണിട്ട് ഒന്ന് എവിടെയും പാത്രത്തിട്ട് ഇങ്ങളെ ഇൻവെന്റർ ഓപ്പൺ ചെയ്യ്. വേറെ കൊടുക്കാൻ പറ്റുമോ? അത് കൊള്ളാം. ഇതിന്റെ അകത്ത് താഴത്ത് അത് ഡ്രസ്സിലോട്ട് കൊണ്ട് ഇട്ടാ മതി. ഏത് ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് വലിച്ചിടണം. കഷ്ടപ്പാടാണല്ലോ. അത്രേ ഉള്ളു. പിന്നെ അല്ല പിന്നെ അത് ഡ്രീം വെഹിക്കിൾ നല്ലൊരു വണ്ടി വേറെ വല്ലതും ഉണ്ടോ? ഹൈ പെർഫോമൻസ് സെലക്ടഡ് വണ്ടി ഓൾറെഡി സെലക്ട് ആയാ? വണ്ടി സെലക്ട് ചെയ്ത് ഇതേ ഉള്ള വണ്ടി. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പോലെ പറ്റിച്ച് മെയിൻ ഗരാജ് കറണ്ട് ലൊക്കേഷൻ കൊടുക്കണ്ട. ടാക്സി കൊണ്ടെന്ന് തോന്നുന്നു. മേഘരാജ് കൊടുത്തോ? അത് സെലക്ട് ചെയ്തോ? എന്നിട്ട് അത്രേ ഉള്ളൂ. പുതിയ വണ്ടിയൊക്കെ കൊള്ളാലോ. മറ്റേ ഓടിയല്ലേ ഇത്? അതല്ലേ സീറ്റ് ബെൽറ്റ് ഉണ്ടാ ബെൽറ്റ് VM ആണത്. ബി സീറ്റ് ബെൽറ്റ്. ഇത്രയൊക്കെ ക്യാമറ കാണും ഇവിടെ. നോക്കിക്കോണേ, പയ്യെ പോണേ. അടിച്ചു തീർക്കും. മാപ്പില്ല പാപ്പ? എനിക്ക് ഒരു ഞാനിത് സൗണ്ട് കുറച്ചിട്ടേക്കുക. സെറ്റിംഗ് മാപ്പ് ഓഡിയോ കിൽ എഫക്റ്റ് വന്നാ കിൽ എഫക്റ്റ്. അപ്പൊ മറ്റേ ഇത് വാല്യൂ ഹെഡ് ഇല്ലേ? അങ്ങനത്തെ സാധനം വല്ലതും ഉണ്ടാ? എന്തോ വാല്യൂ ഹെഡ് ഇല്ലേ? എത്ര കിട്ടുന്ന ഒരു സിആറോ? ആ ഒരു സി അവിടെ കേൾക്കില്ല. ഞാൻ അങ്ങോട്ട് വരാം. സെർവർ അതെന്റെ മാത്രം. അണ്ണന്റെ ഐഡിയ നോക്കി. 9 വരാനില്ല. ഇത് മരുന്നുവാസം എന്ന് പറഞ്ഞ ക്യാരക്ടറെ ഊമ്പിക്കാൻ വേണ്ടിട്ടുള്ള കൊറിയൻ ലിപ്സ്റ്റിക് ഒക്കെ ആരോടും പോയി പറയല്ലേ ഞാൻ വരുന്നത്. ഇതൊക്കെ കൊള്ളാൻ കിട്ടാ. ലെഫ്റ്റില് നോക്ക്. നമ്മള് ഞെക്കി പിടിക്കുമ്പോ വിസിറ്റൊക്കെ പച്ച കളറാണ്. നോർമലി നിൽക്കുമ്പോ വിടുമ്പോ നോക്കിയോ കണ്ടാ. എന്റെ അമ്മോ അതൊക്കെ കൊള്ളാട്ടാ. ലോഗോ നോക്ക്. ലോഗോ പുതിയ ലോഗോ. നമുക്ക് നിങ്ങൾ കേറാൻ പറ്റുമോ? ഇല്ല നമുക്ക് കാരണമെങ്കിൽ കേക്കാമല്ലോ. റെഡിയല്ലേ? റെഡിയാ. ഞാൻ ഡിസ്കോഡിൽ നിന്ന് ഇറങ്ങിട്ട് വരാം. ഇറങ്ങട്ടെ. എടാ ഞാനെന്നാ സിറ്റിക്കകത്തോട്ട് പോട്ടെ. ഞങ്ങൾക്ക് സിറ്റി ഞാൻ ഡിഫെൻഡ് ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് ഇവിടെ കാണാൻ പറ്റൂ. PL1 വാസുവിനെ ഓൺ എ സ്കെയിൽ 1 to 10 ഈ വണ്ടി വാസുവിന് എത്ര റേറ്റ് കൊടുക്കും? ഒരു 6.
എന്തുകൊണ്ടാണ് 6? ഇനി ഒരു മിനിറ്റ് ഓൺ എ സ്കെയിൽ എന്നെ ഒന്ന് കണ്ടു നോക്കേ. എനിക്ക് എത്ര റേറ്റിംഗ് തരും? 9.9. ഏതാ ലുക്ക്? അതെ, അത് നമ്പർ വരെ 9 ആണ്. ഇനി കാണുന്നവരൊക്കെ കുണ്ടാന്നൂടെ വിളിക്കട്ടെ. എന്റെ ഐഡി 9 ആണ്. എന്റെ ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് അതല്ല, സത്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം തുറന്നു കേട്ടോ അസുരനെ. പണ്ടാണെങ്കിലുണ്ടല്ലോ ഈ വാസവന്റെ മുഖത്തോട്ട് നോക്കുമ്പോ തന്നെ എന്തോ ഒരു വശപശക. അതെ അതെ. ഇപ്പൊ ഉണ്ടല്ലോ എന്റെ ദൈവം എന്തൊരു പ്രസന്നത അണ്ടി പറയാ. അപ്പൊ മാപ്പില്ലേ? മാപ്പുണ്ട്. എവിടെ മാപ്പ്? ഇതല്ലേ ഐഡി എത്ര? മാപ്പ് ഇടക്കിടക്ക് ബ്ലിങ്ക് ആയി പോകുന്നു. അതിപ്പോ റെഡി ആക്കി തരാം. ഐഡി എത്ര? ഐഡി 9. പോയി ഇത് കണ്ട. പക്ഷെ ഇത് ലോട്ടാക്കി കളഞ്ഞു കേട്ടോ ഈ ലെഫ്റ്റിലത്തെ ഗ്യാങ് ചാറ്റ്. നോക്കിയ ഗൈസ് നിങ്ങള്, ഗ്യാങ് ചാറ്റ് ഒരു രസമില്ല കേട്ടാ. ഗ്യാങ് ചാറ്റ് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയി പോയി. റോള് സിവിലിയൻ ഫ്രീലാൻസർ. ഗ്യാങ് ചാറ്റ് നോക്കിയ ലെഫ്റ്റില് ഗ്യാങ് ചാറ്റ് ഭയങ്കര ഇതായി പോയി. അത് ഇറക്കി റെഡിയാകും. ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ശരിയാക്കാൻ അറിയോ സിറ്റിയിലെ? ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്കൊരു സജഷൻ ഉണ്ട് അപ്പാ. ഗ്യാങ് ചാറ്റ് ഭയങ്കര ഷൊട്ടായി പോയി അപ്പാ. ഗ്യാങ് ചാറ്റ് ഷൊട്ടായി പോയോ? ഗ്യാങ് ചാറ്റ് അല്ല, മറ്റേ ഇത് വരുന്ന ആ ചാറ്റ് വരുന്നത് ഒരു ഭംഗിയില്ല. പണ്ടത്തെ ആ ഒരു ഭംഗിയില്ല. ബാക്കിയൊക്കെ അടിപൊളി. പണ്ടത്തെ സാധനം എല്ലാരും ചീത്ത പറഞ്ഞിട്ടുണ്ടേ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ്. അയ്യോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ല, ഇത് ഭയങ്കര ചെറുതായി പോയി അപ്പാ. പക്ഷെ നല്ല വിസിബിലിറ്റി ഇല്ലേ? വിസിബിലിറ്റി കുറവല്ലേ? അല്ല, ഞാൻ പറയണത് നമ്മുടെ കാര്യം മാത്രല്ല പപ്പ. ഈ തത്സമയം ഒക്കെ കണ്ടോണ്ടിരിക്കുന്നവർക്ക് പ്രോപ്പർ ആയിട്ട് കാണത്തില്ല. ഇത് കുറച്ച് ചെറുതായിട്ടാ വരുന്നത്. കൊള്ളത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞു. എനിക്ക് പഴയത് ഇഷ്ടമായിരുന്നു, പക്ഷെ അത് കുറച്ച് ചെറുതായി പോയെന്ന് തോന്നുന്നു. ഇതോ നമുക്ക് വലുതാക്കാം. എല്ലാവരും നമ്മള് ഫീഡ്ബാക്ക് എടുത്തപ്പോഴേ എല്ലാരും പറഞ്ഞ ചാറ്റ് ഭയങ്കര വലുതാണ് എന്ന് പറഞ്ഞോണ്ടാണ് നമ്മൾ വേണ്ടി ചെറുതാക്കിയത്. ഇതിപ്പോ ചെറുതാണോ അത്? ഞാൻ ചാറ്റിലും ഗൈസ്, നിങ്ങൾ ചാറ്റിലുള്ളവർക്കൊക്കെ ഇത് കാണാമോ? അപ്പൊ എന്തെങ്കിലും ഒന്ന് ഇട്ടേ ചാറ്റ് വാർ ചാറ്റില്. അല്ല, ഞാൻ കാണിച്ചു കൊടുത്തു. വിസിബിൾ ആണോ നിങ്ങൾക്കൊക്കെ? വിസിബിൾ അല്ലേ? അതെ. കുഴപ്പമില്ല. കൊള്ളാം. അപ്പാ ഓവറോൾ കാണാൻ രസമുണ്ട് അപ്പൊ. സെറ്റി ഒരു നല്ല ലുക്കായി. നമ്മള് തുടങ്ങിയതല്ലേ ഉള്ളൂ, കേറിയതല്ലേ ഉള്ളൂ. പിന്നെ ഇതിനകത്തെ ഓക്കെ, ഈ ഹോട്ട് ബാർ എവിടെയാ? ഏതാ ഹോട്ട് ബാറോ? ഹോട്ട് ബാറാണ് താഴെ. ഇൻവെന്ററി താഴെ 1 2 3 4 5. അതില് 3 കാണിക്കുന്നുള്ളല്ലോ. 3 1 2 1 5 അങ്ങനെയാ കാണിക്കുന്നേ. അതിന്റെ അകത്ത് വേറെ സാധനങ്ങൾ ഇരിപ്പുണ്ടാവും, അതുകൊണ്ട് അത് കാണിക്കാതെ. അവിടെ എന്തെങ്കിലും ഐറ്റ് ഇരിപ്പുണ്ടോ? മനസ്സിലായ? അത് വലിച്ച് മേലോട്ടിട്ട് നോക്കി. ഞാനേ അത് നമ്പറാ എഴുതി വെച്ചിരിക്കണതാ വിചാരിച്ചേട്ടാ പെട്ടെന്ന്. എന്റെ അതെ, അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കിടക്കല്ലേ? എടുത്തു. ഞാൻ ഇനി ഇങ്ങനെ ഫ്രീക്കനായിട്ട് നടക്കാൻ പോണേ സിറ്റി കൂടെ. ഇതാരാ? ഹലോ അത് പരിചയമുള്ള മനുഷ്യനാ. കേറി അപ്പൊ എടുത്തോ. അതോ?